തലസ്ഥാന നഗരിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഡൽഹിയിൽ ഇതാ കർത്തവ്യപഥത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഇനി ഇതാ ഓരോ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ കടന്നു വരികയാണ്. ബാലഗോപാൽ, എങ്ങനെയാണ് ഓർഡർ? ഏതൊക്കെ സംസ്ഥാനങ്ങൾ? കേരളം എത്രാമത്? explanations of what is happening, context being given. സൈനിക കരുത്തിന് പിന്നാലെ ഈ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന പരേഡാണ് ഇപ്പോൾ ഈ റിപ്പബ്ലിക് ദിന പരേഡാണ് ഇപ്പോൾ കർത്തവ്യപഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളുടെ ഈ ടാബ്ലോകൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാനുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാടിന് ശേഷം ഈ വിവിധ മന്ത്രാലയങ്ങളുടെ ടാബ്ലോകളുണ്ട്. അതിൽ ആദ്യം വരാൻ വേണ്ടി പോകുന്നത് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെതാണ്. തുടർന്ന് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ടാബ്ലോ വരുന്നതായിരിക്കും. തുടർന്ന് ഛത്തീസ്ഗഡിൻ്റെ ടാബ്ലോ ആണ്. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ടാബ്ലോ കടന്നു വരുന്നതായിരിക്കും. ഉത്തർപ്രദേശ്, നാഗാലാൻഡ്, പഞ്ചാബ് എന്നിവയ്ക്ക് ശേഷമാണ് കേരളം മലയാളികൾ കാത്തിരിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ കാത്തിരിക്കുന്ന ആ ടാബ്ലോ കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് 6-7 ടാബ്ലോകൾ ഇനി കടന്നു വരേണ്ടതായുണ്ട്. ഇപ്പോൾ ഈ ആയുഷ് മന്ത്രാലയത്തിന്റെ ടാബ്ലോ ആണ് കടന്നു വരുന്നത്. ഇതിൽ ആയുഷ് കാ തന്ത്ര സ്വാസ്ഥ്യ കാ മന്ത്ര എന്ന ടീമിനെ അവലംബിച്ചുകൊണ്ടാണ് ഈ ടാബ്ലോ രൂപീകരിച്ചിരിക്കുന്നത്. ഈ ടാബ്ലോകളിൽ 2 പ്രധാനപ്പെട്ട ടീമുകളാണുള്ളത്. ഒന്ന് വന്ദേ മാതരവും, 2 ആത്മനിർഭർ ഭാരതവും എന്നതാണ് ഈ ടാബ്ലോകളുടെ ടീമായി ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത്. BJP ഭരണ സംസ്ഥാനങ്ങൾ മിക്കതും ഈ വന്ദേ ഭാരതത്തിൽ അധിഷ്ഠിതമായ ടാബ്ലോകളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളാകട്ടെ ഈ ആത്മനിർഭർ ഭാരത്, അതായത് ഈ തങ്ങളുടെ സംസ്ഥാനങ്ങളിലുണ്ടായ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന ടാബ്ലോകളാണ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്ത് ഈ പരേഡിന്റെ ഭാഗമാക്കിയിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ആയുഷിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പിന്റെ ടാബ്ലോ ആണ്. ഇന്ത്യ ഈ ഭാവി വെല്ലുവിളികൾ നേരിടുവാൻ ഇന്ത്യ സുസജ്ജമാണ്. അതിനുള്ള പ്രയാണത്തിലേക്കാണ് ഇന്ത്യ, അതായത് വികസനത്തിലേക്കാണ് ഇന്ത്യയുടെ വികസനം വിശദീകരിക്കുന്ന ഒരു ടാബ്ലോ ആണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ടാബ്ലോയ്ക്ക് തൊട്ടു പിന്നാലെ ഈ ഛത്തീസ്ഗഡിന്റെ ടാബ്ലോ കടന്നു വരുന്നതാണ്. അതിന്റെ ടീം തന്നെ വന്ദേ മാതരമാണ്. ദ മന്ത്ര ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം വന്ദേ ഭാരതം എന്നതാണ് ഇത്തവണ ഛത്തീസ്ഗഡ് ഈ റിപ്പബ്ലിക് ഡേ പരേഡിൽ അണിനിരത്തിയിരിക്കുന്ന ഈ ടാബ്ലോയ്ക്ക് നൽകിയിരിക്കുന്ന ടീം. സംസ്ഥാനങ്ങളുടെ ടാബ്ലോകളായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദേ മാതരമാണ് പ്രധാനമായിട്ടും പ്രമേയമായി BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആത്മനിർഭർ ഭാരതാണ് ഓരോ സംസ്ഥാനങ്ങൾ നേടിയ വളർച്ച. ഏതായാലും നല്ലതാണ്. രാജ്യത്തിൻ്റെ വളർച്ചയെ പ്രകീർത്തിക്കുന്ന നിലയിൽ തന്നെയാണ് ഓരോ ടാബ്ലോകളും എന്നത് ശ്രദ്ധേയമാണ്. ആസാം കടന്നുപോയി, അതിനുശേഷം ഗുജറാത്ത്, അതിനുശേഷം ഗുജറാത്തിന് പിന്നാലെ തമിഴ്നാടിൻ്റെ കാഴ്ച നമ്മൾ കണ്ടു. പിന്നാലെ And now, Ministry of Home Affairs presents Jan Kendrit Nyay Pranali, the historic enactment of Bharatiya Nyay Sanhita, Bharatiya Nagrik Suraksha Sanhita and Bharatiya Sakshya Adhiniyam 2023. Ministry of Home Affairs-ന്റെ ടാബ്ലോ ആണ് കടന്നു പോകുന്നത്. നിയമത്തിന്റെ അടക്കം പ്രതിരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷ, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അവതരിപ്പിച്ചുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ടാബ്ലോ കടന്നു പോകുന്നതിന് പിന്നാലെ പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശിന്റെയാണ്. The timeless grandeur of Bundelkhand, featuring the സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഏകമുഖ ലിംഗ എന്ന അവിടുത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രതീകത്തിന്റെ രൂപം അവതരിപ്പിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിന്റെ ടാബ്ലോ കടന്നു വരുന്നത്. ശിവതാണ്ഡവ സ്തോത്രത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഉത്തർപ്രദേശിന്റെ
ടാബ്ലോ കടന്നു വരുന്നത്. शक्तिवान बेटियों की अब नई उड़ान है आज यूपी में विकास का नया विहार. ഒപ്പം തന്നെ ഉത്തർപ്രദേശിന്റെ വികസന മുദ്രാവാക്യമായ പാട്ടും കൂടി ചേർത്തിണക്കിക്കൊണ്ടാണ് ആ ടാബ്ലോ കടന്നു പോകുന്നത്. അതിന് പിന്നാലെ നാഗാലാൻഡ് ഹോൺബിൽ ഫെസ്റ്റിവലിന് ഏറ്റവും പ്രശസ്തമായ സംസ്ഥാനമാണ്. അവരുടെ ഏറ്റവും സാംസ്കാരികമായ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അതടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് വേഴാമ്പലിന്റെ ചിത്രത്തോടുകൂടി രൂപത്തോടു കൂടിയിട്ടാണ് നാഗാലാൻഡ് തങ്ങളുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ടാബ്ലോ അവതരിപ്പിക്കുന്നത്. And after Nagaland, here comes Punjab. കേരളത്തിന്റെ ടാബ്ലോ വരാറായിട്ടുണ്ട്. Pays a solemn tribute മലഗോപാൽ കേരളം എന്ത് അവതരിപ്പിക്കുന്നതിലൂടെ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്നതാണ്. അതിൽ കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഗതാഗത രംഗത്തെ ഒരു വികസന നേട്ടമാണ് അവതരിപ്പിക്കുന്നത്. ദിവിഷ്, ഈ പഞ്ചാബിന്റെ ടാബ്ലോ ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് പിന്നാലെയാണ് കേരളത്തിന്റെ ടാബ്ലോ വരാൻ വേണ്ടി പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കേരളത്തിന്റെ ടാബ്ലോ ഈ രാഷ്ട്രപതിയുടെ സല്യൂട്ടിംഗ് ബേസിന് കടന്നു പോകുന്നതായിരിക്കും. ആത്മനിർഭർ ഭാരതത്തിനായി ആത്മനിർഭർ കേരളം എന്നതാണ് കേരളത്തിന്റെ ടാഗ് ലൈൻ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിന്റെ ഒരു ഫ്ലോട്ട് ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്നത്. ഇത്തവണ ഈ കേരളത്തിന്റെ ഈ റിപ്പബ്ലിക് ദിന ഫ്ലോട്ടിന്റെ പ്രധാനപ്പെട്ട ഈ ടീം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മനിർഭർ കേരളം എന്നതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടാഗ് ലൈൻ. വാട്ടർ മെട്രോയും അതുപോലെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും പ്രമേയമാക്കിയുള്ള ഒരു നിശ്ചല ദൃശ്യമാണ് കേരളം തയ്യാറാക്കുന്നത്.